പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് ഒരമ്മ തന്റെ മകനെയും കൂട്ടി വന്നു. ആ മകന് അതിയായ മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ആ ശീലത്തിൽ നിന്ന് മുക്തി നേടുന്നതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഗുരുദേവന്റെ അടുത്തേക്ക് അവരെത്തിച്ചേർന്നത്. ഗുരുദേവൻ അവരോട് ഒരാഴ്ചയ്ക്ക് ശേഷം വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു. അമ്മയും മകനും വീണ്ടും അവിടത്തേക്ക് എത്തിച്ചേർന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസർ അവരോട് പറഞ്ഞു, അന്ന് നിങ്ങൾ വന്ന സമയത്ത് എനിക്കും അതിയായ മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ആ ശീലം നിർത്തി. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഈ മകന് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമാണ്. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും ധാരാളമായി ലഭിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അധികാര സമ്പന്നവർഗങ്ങൾക്ക് ഇതൊക്കെയും വെറും വരുമാന സ്രോതസ്സുകൾ മാത്രമാണ്. ഈ സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു തലമുറയെ നാം ബോധവാന്മാരാക്കുക? ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. പുകവലിക്കാനായി ഒരു പുകയില ഉൽപ്പന്നം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കൂ. പുകച്ചു കളയുന്നത് ഉള്ളുപുകയുന്നവന് നൽകിക്കൂടെ? ഉദാത്തമായ ജീവകാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, കൃഷിയുടെ, അതോടൊപ്പം തന്നെ സമൂഹ സൃഷ്ടിയുടെ ഭാഗമാകാനുള്ള ലഹരിയിലേക്ക് നീങ്ങാം നമുക്ക്. ഏവർക്കും ശുഭദിനാശംസകളോടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നാട്ടുവാർത്തയ്ക്കായി BG കക്കാണത്ത്.